ഇവരുടെ ഉദ്ദേശം ഇതാണോ? ഞങ്ങൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യണം, മക്കളെ കൊന്നിട്ട് ഞാൻ മരിക്കണമെന്നാണോ ഇവരുടെ ഉദ്ദേശം? അതിന് ചില സമയം ഞാൻ ചിന്തിക്കും ഇതെല്ലാം കൂടെ അങ്ങ് തീർത്താലോ എന്ന് ഓർക്കും. പക്ഷെ ഒറ്റയ്ക്ക് തീരത്തുമില്ല. ഈ വേണം കൊച്ചിനെ തീർത്തിട്ട് ഞാൻ പോകും. അങ്ങനെ ഒരു ഇതായി പോകുമല്ലോ. നമ്മൾ മനുഷ്യനല്ലേ. ആത്മഹത്യ ഒരു പേടിയില്ല എനിക്ക്. ഞാൻ ഇപ്പോഴും പറയാം, ഇത്രയും സ്ട്രോങ് ആയിട്ട് എനിക്ക് ആത്മഹത്യ ഒരു പേടി. പക്ഷേ കുഞ്ഞ് ഋതപ്പൻ കിച്ചു അവർക്ക് അമ്മയും കൂടെ ഇല്ലാതാക്കണം. സുധിച്ചേട്ടനെ കൊന്നതാണ് എന്റെ പപ്പ സുധിച്ചേട്ടൻ മരിക്കാൻ തലേന്ന് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക, മരിക്കൂ എന്നുള്ള രീതി കിടക്കുക മെഡിക്കൽ കോളേജിൽ. ആളെങ്ങനെയാണ് സുധിച്ചേട്ടൻ? ഞാൻ കൊന്നതാണോ? ഞാൻ എങ്ങനെയാണ് സുധിച്ചേട്ടനെ കൊല്ലുന്നത്? നമസ്കാരം ഗൈസ്, രേണു സുധി. ഞാന് തുടക്കം തൊട്ടേ രേണുവിന്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ രേണുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ചെറിയ ചെറിയ വീഴ്ചകളും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആസ് എ പേഴ്സൺ ആ വ്യക്തിയോട് ഇപ്പോഴും റെസ്പെക്ട് തന്നെയാണ്, ഇഷ്ടവുമാണ്. ഞാൻ ഇന്ന് മൈൽ സ്റ്റോണിൽ 2-3 ഇന്റർവ്യൂ ക്ലിപ്പിംഗ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആളുകൾക്ക് വേറെ ഒരു പണിയില്ലേ? വൈ ഓൾ ആർ ഫോക്കസിങ് ഹർ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വിഷയം ഉണ്ടായിട്ടും, അതായത് കണ്ടിന്യൂസ് ട്രാവൽ ആണ്, ഹെൽത്ത് ഇഷ്യൂ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും പിന്നെയും വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ എന്ന് തന്നെ ഞാൻ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭർത്താവ് മരിച്ച സ്ത്രീ, ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീ, അല്ലെങ്കിൽ സിംഗിൾ പാരന്റിങ്, സിംഗിൾ മോം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ അവരൊരു ഓണ്ടർപ്രണർ ആവുക, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവുക, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് സ്വസ്ഥമായ നിലയിൽ കൂടെ പോകുമ്പോൾ ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് സൊസൈറ്റിയിൽ. ഈ പകൽമാന്യന്മാരായ ആളുകൾ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ഉയർന്ന നിലയിൽ എത്തിയാൽ പോലും അത് എത്ര കഷ്ടപ്പെട്ട് എത്തിയതാണെങ്കിലും അതിനൊരു വൃത്തികെട്ട രീതിയിൽ പിക്ചറൈസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി സങ്കടം തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഫേക്ക് അലിഗേഷൻസ് അത് രേണു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോ അതിനകത്ത് കുറച്ച് മൂമെന്റ്സ് ഉണ്ട്. ഈ പറഞ്ഞ മാതിരി സുധിച്ചേട്ടൻ ഫസ്റ്റ് ആയിട്ട് ഇൻട്രോ ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അവർ ഇതൊക്കെ പറയുമ്പോഴും, അല്ലെങ്കിൽ ആ ഒരു കണ്ണീരിനെ പോലും ഡ്രാമയാണെന്ന് പറയുന്ന ഒരു കൂട്ടം എന്താ പറയാ, ചെകുത്താന്റെ മനസ്സിലുള്ള മനുഷ്യരൂപങ്ങൾ. അവര് ലൈക്ക് നമുക്കൊരു ഇത് കാണാം, ഒരു വീഡിയോ കാണാം. ഞാൻ ഇത് അവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോ അതിനകത്ത് സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് സുധിച്ചേട്ടൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അത് രണ്ടാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തിൽ സംഭവിച്ചു പോയാണ്. അപ്പം അത് ഓവറായിട്ടുള്ള ടെൻഷൻ പുള്ളിക്കാരിക്ക് പറ്റൂല. അതിന്റെ ടാബ്ലറ്റ്, അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ പപ്പയുടെ കാര്യം പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞിട്ട് ഇതിൽ നിന്നൊക്കെ പറ്റിപ്പോയതാണ് ഈ കാര്യങ്ങളൊക്കെ. എല്ലാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഈ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്കിറ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്യണതും എല്ലാം. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. എന്നെ കുറ്റം പറയാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ വേറെന്താ പറയുക, ബാക്കിയെല്ലാം ഇവിടെ പറയും. കണ്ടോ, ഞാന് ഇതിനു മുമ്പും രേണുവിന്റെ വീഡിയോനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചു. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുകളുണ്ട്. കാരണം കംപ്ലീറ്റ് ബിസി ആയിട്ട് ഇരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെറുതെ ഇരുന്നാൽ അവരിലോട്ട് വരുന്ന തോട്ട്സ്, അവരുടെ അവസ്ഥ, കാര്യങ്ങളൊക്കെ അവർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പൊ സുധിച്ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഡിപ്രഷൻ ലെവലിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിന് മെഡിസിൻ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ ആള് സുധിച്ചേട്ടൻ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഇപ്പോഴും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ലൈക്ക് കിച്ചുവിനെയും ഇവരെയും പറ്റിയിട്ട് മോശമായിട്ട് സംസാരിക്കുക. കൂടെ ഏത് ആർട്ടിസ്റ്റ്, ഒരു മെയിൽ ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാലും അത് സൊസൈറ്റിയുടെ മുന്നിൽ വന്നിരുന്നിട്ട് അവരുടെ ഒരു അവസ്ഥ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരിക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സുധിച്ചേട്ടനെ കൊന്നതാണ്. അതേപോലെ തന്നെ അലൻ ജോസ് പെരേരയായിട്ട് കണക്ട് ചെയ്ത് പറയാൻ ഇൻ ദ സെൻസ് ലൈക്ക് അതിനകത്ത് എനിക്ക് ചെറിയൊരു ഇതുള്ളത്, ആ ഒരു ഓർമ്മ ദിവസം മുഴുവൻ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു പരിപാടി നടത്തിയെന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും അത് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ഇപ്പോ മറ്റേ ദാസേട്ടനായിട്ട് ആരായിട്ടും രേണു പറയുന്നുണ്ട്, ഏതൊരാളായിട്ട് ലൈക്ക് അഭിനയിച്ചു കഴിഞ്ഞാലും അവിടെ കണക്ട് ചെയ്ത് സംസാരിക്കും. ഈ കണക്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വ്യക്തിക്ക് ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ്. ഓക്കെ, അപ്പോ ഈ മീഡിയക്കാരാണെങ്കിലും ചില മീഡിയാസ് ആണെങ്കിൽ പോലും അവരുടെ തംബ്നെയിൽ അല്ലെങ്കിൽ അതിലെ ആൾക്കാരുടെ കമന്റ്സ് സെക്ഷൻസ് അവർക്ക് ജസ്റ്റ് കമന്റ് ചെയ്ത് പോയാൽ മതി. ഇത് കാണുന്ന അല്ലെങ്കിൽ അറിയുന്ന അല്ലെങ്കിൽ ഇത് ഫേസ് ചെയ്യുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് രേണു അതിനകത്ത് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. ഉദ്ദേശം എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യണം എന്നാണോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ആർക്കും രേണു സുധി ജോലിക്ക് പോകുന്നുണ്ടോ, അഭിനയിക്കുന്നുണ്ടോ, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ആരുടെ വീട്ടിലും ഒരു വിഷയവും ഇല്ല.
എന്തെങ്കിലും വിഷയം ഈ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് അഭിപ്രായം പറയാം, രേണു ഇത് ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ രേണു ഇത് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയാം. അത് എടുക്കണോ വേണ്ട എന്നുള്ളത് രേണുവിന്റെ ഇഷ്ടമാണ്. പക്ഷേ ഒരു സ്ത്രീയെ ഇങ്ങനെ മോശമായിട്ട് പിക്ചറൈസ് ചെയ്യുക, എന്നിട്ട് ഓരോ ഇന്റർവ്യൂവിലും വന്നിട്ട് ആ സ്ത്രീ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക, അതൊക്കെ എന്തൊരു വൃത്തികെട്ട ഒരു അവസ്ഥയാണ്. പക്ഷെ ഐ എം സോ ഹാപ്പി, കാരണം ആള് ബോൾഡായി മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി കഴിയുമ്പോൾ രേണുവിന് ഇതൊന്നും ഒരു വിഷയമല്ല, ഇപ്പോഴും വിഷയമല്ല, എന്നാൽ പോലും ചില സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ ഈ വ്യക്തി ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്തിനും ഫേസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഒരു ഭർത്താവ് മരിച്ചിട്ടും ആ ഒരു സിറ്റുവേഷനും കൂടി പോകുമ്പോൾ ആളുടെ കരച്ചില് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഒക്കെ സംസാരിക്കുമ്പോൾ ആരായാലും പൊട്ടിത്തെറിച്ചു പോകും. ചില മീഡിയാസ് ലിറ്ററലി ഇതിനെ നല്ല രീതിയിൽ ഗെയിം ആക്കി മാറ്റുന്നുണ്ട്. പക്ഷെ കമന്റിങ് സെക്ഷനിൽ ഇപ്പോഴും ചില ആളുകൾ അന്തവും കൊന്തവും ഇല്ലാതെ കമന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് ഫ്രണ്ടിൽ വന്ന് നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമുണ്ടോ? ഈ കാര്യം ചോദിക്കാനുള്ള ധൈര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ മോനെ പറ്റിയിട്ട് ഫേക്ക് അലിഗേഷൻസ് പറയാം, മോശമായ രീതിയിലൊക്കെ സംസാരിക്കുക. ഈ പറയുന്നവന് ഏതെങ്കിലും ഒരുത്തൻ രേണുവിന്റെ ഫ്രണ്ടിൽ പോയി സംസാരിക്കുമോ? അതിനുള്ള ധൈര്യമുണ്ടോ? ഫേസ് റിവീൽ ചെയ്യാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. കാരണം അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ചെറുതല്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അഭിപ്രായങ്ങൾ പറയാം, പക്ഷെ നമുക്ക് ഉപദ്രവമില്ലാത്ത അവരവരുടെ ജോലി ചെയ്തു പോകുമ്പോൾ സൊസൈറ്റിയുടെ മുന്നിൽ ആ സ്ത്രീയെ ഇങ്ങനെ മോശമായ രീതിയിൽ പിക്ചറൈസ് ചെയ്യാതിരിക്കുക, ഇങ്ങനെ പേസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്കും കുടുംബമുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇതേപോലെ സ്ട്രഗിൾ ചെയ്യുന്നവര്. അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു രീതിയിലും ദോഷത്തിനോ ഗുണത്തിനോ വരാത്ത ഈ ഒരു വ്യക്തി ഇങ്ങനെ എന്തിനാണ് പോയിന്റ് ചെയ്യുന്നത്? നിങ്ങൾ കമന്റ് ചെയ്ത് അങ്ങനെ പോകുമ്പോഴും അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. കമന്റ് ബോക്സ് ഓൺ ആക്കിയിരിക്കുന്നത് കമന്റ് ഇടാനാണ്, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് കുറച്ച് നാൾ ഇങ്ങനെ കണ്ടിന്യൂസ് തുറന്നിട്ട് കഴിഞ്ഞാൽ ചുറ്റടുത്തുള്ള ആൾക്കാർ മുഴുവനും വേസ്റ്റും എല്ലാം കൊണ്ട് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടിട്ട് പറയാണ് ഗേറ്റ് തുറന്നിട്ടുകൊണ്ട് ഞങ്ങൾ കൊണ്ടിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? ചിന്തിക്കുക. ലീവ് ആൻഡ് ലെറ്റ് ലീവ്. ആ പാവ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ.